ഇനി നമുക്ക് എളുപ്പത്തിലൊരു പുളിയഞ്ചി ഉണ്ടാക്കാം കേട്ടോ. ഓണ സ്പെഷ്യൽ പുളിയഞ്ചിയാണ്. അപ്പോൾ അതിനായിട്ട് ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാനുള്ള പാൻ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഇഞ്ചി നന്നായിട്ട് ആ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചി മൂത്തതിന് ശേഷം പിന്നെ നമ്മളിതാ പച്ചമുളകും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്കുള്ള പുളി നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പുളിയഞ്ചി ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും നല്ല കളറില്ല, നല്ല കറുപ്പ് കളറിലെ പുളി എടുക്കുക. അതേപോലെ ശർക്കരയും തന്നെ അങ്ങനത്തെ ശർക്കര എടുക്കുക കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്കുള്ള ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതാ ശർക്കരയൊക്കെ അതാ ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ പുളിവെള്ളം ഇഞ്ചി പച്ചമുളകൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കായപ്പൊടി, ആവശ്യത്തിന് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി കുറച്ച് സമയം അടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ള നമ്മളെ പുളിയഞ്ചി ഉണ്ടല്ലോ നല്ലോണം വറ്റി ഇതുപോലെ ഇങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൂസിലാണ് ഇപ്പോൾ നമ്മളിത് ഇറക്കി വെക്കുന്നത്. ഇനി ഇത് തണുക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് പാകത്തെ തന്നെ കട്ടിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് താളിക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് പൊട്ടിയേക്കുന്നത് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പുളിയഞ്ചിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ പുളിയഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എന്നാലും ഈ പുളിയഞ്ചിക്ക് നല്ലൊരു ടേസ്റ്റും തന്നെയാണ് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ടുള്ള പുളിയഞ്ചി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.